തമിഴിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വിചാരണ ആരംഭിക്കാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല. എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത്. കേസിലെ കുറ്റപത്രവും നഷ്ടപ്പെട്ടു. 2018 ജൂലൈ 1 അഭിമന്യു കൊല്ലപ്പെടുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്യാമ, ഈ രേഖകൾ കാണാതായി എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമുള്ള സംഗതിയാണല്ലോ. എന്താണ് സംഭവിച്ചത്? ഇതിലെ തുടർ നീക്കങ്ങൾ എന്താണ്? ഇത് വിചാരണ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? വിജയകുമാർ, വിചാരണയെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം കോടതിയിൽ സമർപ്പിച്ച പകർപ്പുകൾ, പ്രധാനപ്പെട്ട കുറ്റപത്രത്തിന്റെയും മറ്റു രേഖകളുടെയും പകർപ്പുകൾ പോലീസിന്റെ കയ്യിലും പ്രോസിക്യൂഷന്റെ കയ്യിലും അടക്കം ഉള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച പ്രധാനപ്പെട്ട രേഖകൾ, അതായത് കുറ്റപത്രം അടക്കമുള്ള രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളതിന് എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സെഷൻസ് കോടതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രമടക്കമുള്ള രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഡിസംബർ മാസം സെഷൻസ് ജഡ്ജ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഇത്തരം രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായി എന്നുള്ളത് സംബന്ധിച്ച്. തുടർന്ന് ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ഈ രേഖകൾ പുനഃസ്ഥാപിക്കാൻ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് സാങ്കേതികപരമായി വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും വളരെ രഹസ്യ സ്വഭാവമുള്ള അതീവ ഗൗരവകരമായ ഒരു കേസിൽ കോടതിയിൽ പോലീസ് സമർപ്പിച്ച യഥാർത്ഥ രേഖകളുടെ പകർപ്പുകൾ ഉൾപ്പെടെ എങ്ങനെ നഷ്ടമായി എന്നുള്ളത് അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ്. കാരണം കോടതിയിൽ ഒരു രേഖ സമർപ്പിക്കുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ രേഖപ്പെടുത്തും. അത് ആര് സ്വീകരിച്ചു, ആര് കോടതിയുടെ രജിസ്റ്ററിൽ അത് ഒപ്പുവെച്ചു എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം രേഖകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതിയിൽ നിന്ന്, വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം ഈ വിവരം അന്വേഷിക്കുന്നുണ്ട്. വിചാരണ ഉടൻ തുടങ്ങാനിരിക്കുന്ന അഭിമന്യു കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളടക്കം സെഷൻസ് കോടതിയിൽ, അത് വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച രേഖകൾ കാണാതാകുന്നു. ഈ രേഖകൾ ഒരുപക്ഷെ അതിൻ്റെ പകർപ്പുകൾ വീണ്ടെടുക്കാൻ കഴിയും. എങ്കിലും ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു, ആര് കൊണ്ടുപോയി, ആരെടുത്തു, അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, അത് കണ്ടെത്തേണ്ടതുണ്ട് എന്നതും എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടത് വിചാരണയെ ബാധിക്കില്ല എന്നുകൂടി കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു.